എല്ലാവർക്കും നമസ്കാരം. യോഗീശ്വര ലിംഗസന്നദ്ധി ഈ ഒരു ലിംഗ പ്രതിഷ്ഠാപനം ക്രമീകരിച്ചിരിക്കുന്നത് 5 ചക്രങ്ങളാലാണ്. മൂലാധാര, സ്വാധിഷ്ഠാന, മണിപ്പൂരക, അനാഹത, വിശുദ്ധി സ്കിപ്പ് ചെയ്തുകൊണ്ട് ആജ്ഞ. നമ്മുടെ ആജ്ഞാചക്രത്തിന് 3 തലങ്ങളുണ്ട്. ഒന്ന് യോഗ സംസ്കാരത്തിൽ നമ്മൾ പറയും കപോല, ലലാദ്ര, അതേപോലെ തന്നെ ബിന്ദു. ഈ ഒരു യോഗീശ്വര ലിംഗസന്നിധിയിൽ ഏതൊരു ആൾ വന്നാലും ജസ്റ്റ് സെക്കൻഡ് കൊണ്ട്, ഒരു മിനിറ്റ് കൊണ്ട് തന്നെ എനർജി എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്തറിയാൻ സാധിക്കും. നമ്മളൊരു എനർജിയാണ്. ഈ ഒരു ഗ്രഹം പോലും ഉണ്ടായിരിക്കുന്നത് ഒരു എനർജിയുടെ തലത്തിലാണ്. നമ്മൾ നമ്മുടെ എനർജി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ കുണ്ടലിനി എന്ന് പറയുന്ന ചൈതന്യം തുറക്കപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു സിംബോളിസം എല്ലാം തന്നെ കുണ്ടലിനി ചൈതന്യം മുകളിലോട്ട് ഉയരുന്നതും നമ്മൾ ആ ഒരു കപോല ചക്രവുമായി ബന്ധപ്പെടുന്നതാണ്. കപോല ചക്രത്തിൻ്റെ അടിസ്ഥാനം എപ്പോഴും ഇൻറ്റ്യൂഷനാണ്. നമ്മളൊരു ഇൻറ്റ്യൂറ്റീവായി തീരുന്ന ഒരു പ്രോസസ്സാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം മുഴുവനും നമ്മുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന അന്തർജ്ഞാനത്തിൻ്റെ പുറത്ത് നമ്മളെടുക്കുന്ന തീരുമാനം കൊണ്ടാണെന്നുള്ളത്. നമ്മൾ ആത്മീയതയെ ഗ്രഹിക്കുന്നതും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും ഒരു ഗുരു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഒരു ശക്തിയുണ്ട്, ആ ഒരു ഇൻറ്റ്യൂറ്റീവ് ഉണ്ട്. അതിലൂടെ നമ്മൾ ഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ ടോട്ടലി അണ്ടർസ്റ്റാൻഡബിൾ ആവുന്നത്. എന്താണ് സ്പിരിച്വാലിറ്റി, നമ്മുടെ ഭൗതിക തലത്തിൽ എന്തൊക്കെയാണ് നമ്മളെ ജീവൻ എന്താണ്, ലൈഫ് എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ശരിക്കും യോഗീശ്വര ലിംഗ സന്നിധിയിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ആര് വന്നിരുന്നാലും ഏതാനും നിമിഷങ്ങൾ കൊണ്ട് മെഡിറ്റേഷൻ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്തറിയാനായി സാധിക്കും. ധ്യാനമാണ് ജീവിതത്തിൻ്റെ എല്ലാ അടിസ്ഥാനവും. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് യോഗ സംസ്കാരത്തിൽ നമ്മുടെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്, നമ്മൾ ബുദ്ധിയെ കാണുന്നത് 16 തലങ്ങളായിട്ടാണ്. സൂര്യബുദ്ധി നമ്മളിലേക്ക് പ്രവർത്തിക്കണമെങ്കിൽ അതിൽ നമ്മൾ ധ്യാനം സംഭവിക്കണം. ധ്യാനം എന്ന് പറയുന്നത് ചിന്തകൾ വരുന്നതിനെല്ലാം ഒഴിവാക്കി കാണുന്ന ഒരു പ്രോസസ്സല്ല. ധ്യാനം ഒരു എനർജിയാണ്. നിങ്ങളൊരു എനർജിയാണ്. ഈ ഗ്രഹം ഒരു എനർജിയാണ്. നിങ്ങളാകുന്ന എനർജിയിൽ ഒരു ശൂന്യതയുണ്ട്. അവിടെ നമുക്കൊരു ഇൻറ്റ്യൂഷൻ സംഭവിക്കും, അന്തർജ്ഞാനം സംഭവിക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കും എന്താണ് നമ്മൾ ഈ സംഭവിക്കുന്ന ഈ കമ്പനവും ഈ ജ്ഞാനവും ഒക്കെ തന്നെയുള്ള പ്രക്രിയകൾ എന്താണെന്നുള്ളത്. അപ്പോൾ യോഗീശ്വര ലിംഗ സന്നിധിയും ഇതിനുള്ളൊരു സാധ്യതയായിട്ടാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഇത് എല്ലാ ധ്യാനം പരിശീലിക്കുന്നവർക്കും ജീവൻ്റെ മറ്റൊരു ഡയമെൻഷനെ, ഒരു സാധ്യത അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രതിഷ്ഠാപനം ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഊർജ്ജ ക്രമീകരണത്തിൽ ഒരു താന്ത്രിക മാർഗത്തിൽ നമ്മളൊരു മാർഗം ഒരുക്കിയിട്ടുണ്ട്. അതാണ് ശിവനേത്രം എന്ന് പറയുന്നത്. ശിവനേത്രം ഒരു യന്ത്രമാണ്. ഇത് കപോല ചക്രവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നതാണ്. നമ്മുടെ ഇൻറ്റ്യൂഷൻ, നമ്മുടെ മൂന്നാം കണ്ണ്, നമ്മൾ ഇതിനെ 3 തലങ്ങളാണ്: ബിന്ദു ചക്ര, ലലാധര ചക്ര, അതേപോലെ തന്നെ കപോല ചക്ര. നമ്മൾ ഇൻറ്റ്യൂറ്റീവായി തീരാൻ നമ്മളെ തന്നെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു മിസ്ട്രിക്കൽ പ്രോസസ്സാണ്. അല്ലെങ്കിൽ നമ്മളെ തന്നെ ഈ അന്തർജ്ഞാനത്തിനെ മനസ്സിലാക്കാനായിട്ട് യോഗീശ്വര ലിംഗസന്നിധിയുടെ ഊർജത്തെ ക്രമീകരിച്ചുകൊണ്ട് നമ്മൾ നിങ്ങൾക്കായി നൽകുന്നൊരു പ്രോസസ്സാണിത്. ഈ വരുന്ന 15-ാം തീയതി പൗർണമിയുടെ അന്ന് ശിവനേത്രവുമായിട്ട് യോഗീശ്വര സന്നിധിയിൽ വെച്ചുകൊണ്ട് നിങ്ങളെ ബന്ധപ്പെടുത്തുന്ന ഒരു ക്രമീകരണം വരുന്നുണ്ട്. ലോകത്തെവിടെ ഇരുന്ന് വേണമെങ്കിലും ശിവനേത്രത്തിൻ്റെ ഇതിനെ നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഈ ഒരു പ്രോസസ്സ്, ഒരു കണക്ഷൻ, നിങ്ങളെ അതുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു ക്രമീകരണം നടക്കുന്നുണ്ട്. അത് ഗൂഗിൾ മീറ്റ് വഴിയാണ് നടക്കുന്നത്. പൗർണമിയുടെ അന്ന് ഇത് കോൺസെൻട്രേറ്റഡ് ചെയ്തിട്ട് നൽകുന്നുമുണ്ട്. അപ്പം ഈ ഒരു പ്രത്യേകത, ഇതൊരു 5 ചക്രങ്ങളാൽ ഊർജം ഇതിൽ സംഭരിക്കപ്പെടുന്നുണ്ട്. യോഗീശ്വര ലിംഗ സന്നിധിയിൽ നിന്ന് തരുന്നതുകൊണ്ട് നമുക്ക് ധ്യാനം എന്ന് പറയുന്നൊരവസ്ഥ നമ്മളിൽ സംഭവിക്കുമ്പം ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, നമ്മൾ ഈ നിമിഷത്തിൻ്റെ, ഈ ജീവൻ്റെ സുഖത്തെ അറിയുന്നൊരു പ്രോസസ്സാണ്. നമ്മുടെ ശരീരഘടനയെല്ലാം തന്നെ മനസ്സുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നതാണ്. മനസ്സ് എത്രത്തോളം പ്രസൻറ്റിലാണോ അത്രത്തോളം നമ്മുടെ ആരോഗ്യം വളരെ മഹത്തേറിയിരിക്കും. മനസ്സ് എത്രത്തോളം പ്രസൻ്റ് ആണോ ആ നിമിഷമെല്ലാം തന്നെ നമ്മൾ ആരോടൊപ്പമാണെങ്കിലും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ തന്നെ നമ്മൾ അവരിൽ ഇൻവോൾവ് ആയിരിക്കും. നമ്മുടെ ആ ഡിവൈൻ ലവിലും ആ ഒരു നോ എക്സ്പെക്റ്റേഷൻ സ്റ്റേറ്റിലും നമുക്ക് എല്ലാവരോടൊപ്പം ഇടപെടാൻ വളരെ എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ നമ്മളിലുണ്ടാവുന്ന ഭാവിയെക്കുറിച്ചുണ്ടാവുന്ന ചിന്ത, മരണത്തെക്കുറിച്ചുണ്ടാവുന്ന ചിന്ത, അസുഖത്തെക്കുറിച്ചുണ്ടാവുന്ന ചിന്ത, പല രീതിയിലുള്ള അഡിഷൻസ്, സെറ്റ്സ് ആണെങ്കിലും മദ്യമാണെങ്കിലും എല്ലാത്തിൽ നിന്നും മറികടക്കാനായിട്ട് നമ്മുടെ ജോമെട്രി ആയിരിക്കുന്ന ഈ എനർജി സിസ്റ്റം കറക്റ്റായിട്ട് മൂവ് ചെയ്യണം.
പ്രാണൻ നന്നായി തന്നെ ക്രമീകരിച്ച് ഫ്ലോ ചെയ്താലാണ് നമ്മളെപ്പോഴും തന്നെ വേറൊരു തലത്തിൽ നമ്മൾ അനുഭവിക്കാൻ പറ്റുള്ളൂ. മാനസികപരമായും നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് ആ ഡിവൈനിറ്റി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഈ ഊർജ്ജം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കോൺസെൻട്രേഷൻ അത്രയും പ്രാധാന്യം നൽകുന്നത്. എനർജി ഉള്ളൊരു സ്ഥലത്ത് ജീവിക്കുമ്പം അത്രയും പവിത്രീകരിക്കപ്പെട്ട രീതിയിലായിരിക്കും നമ്മുടെ ജീവിത തലങ്ങൾ പോകുന്നത്. ആ ഒരു അംശത്തിൻ്റെ ഒരു അംഗമാക്കി ചേർക്കാനായിട്ടാണ് ശിവനേത്രം ഓരോരുത്തർക്കും ഓഫർ ചെയ്യുന്നത്. ഇത് വളരെ വലിയൊരു സാധ്യതയെ തുറക്കപ്പെടുന്നുണ്ട്. ജീവിതത്തിനെ എല്ലാ സമയത്തും ഒരു ഹാപ്പി മൂഡ് നിലനിർത്താനും നിങ്ങളെ തന്നെ നയിച്ചുകൊണ്ട് വന്നൊരു ശക്തി, ഒരു ഇൻറ്റ്യൂഷൻ, നിങ്ങൾക്ക് ഏതൊരു സംശയം ആധ്യാത്മികതയിൽ തോന്നുമ്പോൾ അതിനുള്ളൊരു ഉത്തരം കിട്ടുന്ന രീതിയിലുണ്ടാകും. നിങ്ങളെ തന്നെ നയിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സിലേക്കുള്ള ഒരു ക്രമീകരണമാണ് ശിവനേത്രത്തിലൂടെ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.